ഒരു തൈമെന്ന് നമുക്ക് നല്ല ചെറിയ ചെറിയ മുളകുകളാണ് കേട്ടോ ഗൈസ് കിട്ടും. ഇവിടെ നോക്കി ഇവിടെ ഒരു കുന്ന് പോലെ നിൽക്കുന്നുണ്ട്. അപ്പം കുഞ്ഞ് ഒച്ച എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. നോക്കി നോക്കട്ടെ. മാറി ഞാൻ കാണിച്ചെടുക്കട്ടെ. വെക്കും ഒരു ചെറുതെന്ന് പറഞ്ഞാൽ അത്രയും ചെറുത്. അത് നിങ്ങൾക്ക് കാണുമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. തേന ഈ ഒരു കുഞ്ഞി ഒച്ചിനെയാണ് പറയണത്. ഇതന്നെ അടുത്ത് പിടിച്ച് സൂം ചെയ്തിട്ടാണ് കാണുന്നത്. ഇത്രയും കുഞ്ഞൊച്ച കണ്ടോ. നിലമൊന്നല്ല, ഇതിന് മര കണ്ടോ. യെസ്, ഇങ്ങനെയുള്ളൊരു കുഴലുമ പൂപ്പൽ പിടിച്ചത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതെ, ഇവളുടെ ഇങ്ങനത്തെ മരങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇല വെട്ടലാണ് ഇവളെ പണി. ഇടുക ഞാൻ കാണിച്ചത്. ഈ കത്രികയ്ക്ക് തന്നെ നല്ല മൂർച്ച. ഇപ്പോൾ വരാം. ഇത് ഈ കയറ് എനിക്ക് വെട്ടാൻ കഴിയുമെന്നറിയില്ല. ഇത് വെട്ടണ്ട, നമുക്ക് എന്തെങ്കിലും വെട്ടാം. ഒരു മിനിറ്റ്. ഇതാണ് ഇവിടുന്ന് ഞാൻ എന്താ വെട്ടുക. ഈ ഒരു വട്ടയില നമുക്ക് വെക്കാം. നല്ല അത്യാവശ്യത്തിന് തന്നെ നല്ല മൂർച്ചയുള്ളൊരു ഇലയാണ് കേട്ടോ. നല്ല ഇലയല്ല, കത്രികയാണ്. അതുകൊണ്ട് അവൾക്ക് ധൈര്യമായിട്ട് നല്ല വലിയ ഇലകളൊക്കെ മുറിക്കാം. ആ ഒരു ധൈര്യത്തിലാണ് ഇപ്പോൾ അവൾ മുറിച്ചുകൊണ്ടിരിക്കണത്. അവൾ കല്ലുമ്മ കയറിയിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇങ്ങനൊരു പ്രത്യേക നിറമുള്ള കാക്കപ്പൂ ചെടി? അതെ, നിങ്ങളുടെ വീട്ടിലില്ലെങ്കിലും ഞങ്ങളുടെ വീട്ടിലുണ്ട് കേട്ടോ. ഇതുമലാകെ ഒരെണ്ണുള്ളൂ. മഴക്കാലം ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇതിനെ കൊഴിയുന്നുണ്ട് കേട്ടോ. അതാണ് കാര്യം. അതെ, ഇതിന് പ്രാന്ത് പിടിച്ച് ഗൈസ്. ഇവിടെയൊക്കെ വാഴ വന്നിട്ടുണ്ട്. നല്ലൊരു ക്യൂട്ട് ബട്ടർഫ്ലൈ ഇപ്പോൾ പറന്നു പോയിട്ടോ. അതിൻ്റെ പച്ച കളർ എടുക്കുന്നത്. കൈ ചൊറിഞ്ഞിട്ട് വരണ്ട. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പശയോ നോക്കട്ടെ. പശ വന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിരിക്കണ്. ഇവിടെ ഇത്രയും തുണ്ട് പശയാണ് ഗൈസ്. ഇത്ര മോനൊരു പശ. ആ പശ തന്നെയാണ് ഇപ്പം ഈ പറഞ്ഞത്. അല്ല ഈ പൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേരും ഇതും കൂടിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്ത് തൂക്ക്.